സ്റ്റക്കായി. ബട്ട് റിസ്ക് എടുത്താലല്ലേ അടിപൊളി വിഷ്വൽ കിട്ടുള്ളൂ. പക്ഷേ ഈ റിസ്ക് എടുത്താൽ നമ്മൾ വന്നെത്തണ സ്പോട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന എവിടെയാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കണ്ടോ, എൻ്റെ ബാക്കിൽ പരന്ന് കിടക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം. ഞാനിപ്പോൾ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് റോഡിൻ്റെ ഏകദേശം അടുത്തെത്താറായി. ഹയസ്റ്റ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് റോഡ് എൻഡ്, ആ റോഡിൻ്റെ എൻഡ് ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്തെത്താറായി. സോ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ ഞെട്ടും, ഉറപ്പാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് പൂഞ്ഞാർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പൂഞ്ഞാർ എന്ന് പറയുമ്പോൾ പൂഞ്ഞാർ ഇല്ലിക്കക്കല്ലിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 4000 അടി മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, സീ ലെവലിൽ. അതായത് ഈ പറഞ്ഞ ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ്. കോട്ടയത്തുള്ള ഈരാറ്റുപേട്ട കഴിഞ്ഞിട്ടുള്ള പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്താണത്. അതായത് നിങ്ങൾ ഇല്ലിക്കൽക്കല്ലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇല്ലിക്കൽക്കല്ല് പലരും പോയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്ന ലൊക്കേഷൻ അധികം ആൾക്കാർക്ക് അറിയില്ല. അധികം ആൾക്കാർ ഇവിടെ XY സ്ഥലം ഒട്ടും തന്നെ ഫേമസ് അല്ലാത്തതുകൊണ്ടും അധികം ആൾക്കാരൊന്നും എത്തിച്ചേരാത്തതുകൊണ്ടും ഈ സ്ഥലത്തിനെ പറ്റി മറ്റുള്ള അധികം ആൾക്കാർക്ക് അറിയില്ല. യൂട്യൂബേഴ്സിൽ ആണെങ്കിൽ പോലും അധികം വീഡിയോസും യൂട്യൂബിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. സോ ഭയങ്കര പ്ലസൻ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് സ്ഥലം. ഒരു ബൈക്ക് റൈഡായിട്ട് വരാനാണെങ്കിൽ പൊളിയായിരിക്കും. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ എല്ലാവരും സൺഡേസ് ആണെങ്കിലും വീക്കെൻഡിൽ ഏത് ഡേയ്സ് ആണെങ്കിലും വരാൻ ശ്രമിക്കുക. ഇവിടെ പാസ്സൊന്നുമില്ല. പിന്നെ ഇതാ കാണുന്ന മലയുടെ മുകളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. പക്ഷേ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ ഞാനത് റെക്കമെൻഡ് ചെയ്യണില്ല. പിന്നെ ഫുള്ള് ഹൈക്കിംഗ് ആണ്. ഹൈക്കിംഗ് മീൻസ് റോഡൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് റോഡ്. കേരളത്തിലെ ഹയസ്റ്റ് റോഡ് എന്ന് പറയുമ്പോൾ കേരളത്തിലിപ്പോൾ ഹയസ്റ്റ് ആയിട്ടുള്ള റോഡ് എൻഡാണിത്. അതുപോലെ 4000 ഫീറ്റ് സീ ലെവലിൽ നിന്ന് പൊക്കത്തിലാണ് ഈ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 90 ഡിഗ്രി ചരിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പാറ നമുക്ക്. അപ്പോൾ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആൻഡ് കീപ് സേഫ്. സൂക്ഷിച്ചും കണ്ടെല്ലാം ഹൈക്ക് ചെയ്യുക. താഴെ സേഫായിട്ട് എത്താം. ഓക്കെ, ചീടിൻ്റെ സൗണ്ട് കേട്ടോ. സോ ഓൾമോസ്റ്റ് നമ്മൾ ഹാഫ് ആൻഡ് ട്രക്കായി. ഇനി ഇത്ര തന്നെ കയറാനുണ്ട്. അപ്പോൾ നമ്മൾ കയറി ഏകദേശം ഓൾമോസ്റ്റ് ഒരു 70% യാത്രയോടെ എത്താനുള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം പറയാം. ഓക്കെ, എങ്ങനെയുണ്ട് ഐറ്റം? പൊളിയല്ലേ? നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ ഇരിക്കാനായിട്ടൊരു അടിപൊളി ഒരു റോക്സ് ഉണ്ട്. അവിടെ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ് അത്. അവിടെ ഷെയ്ഡാണോ മുകളിലുള്ള പാറയുടെ ബാക്കിൽ സണ്ണടിച്ചിട്ട് ആ സൺറൈസിൻ്റെ ഒരു ഷാഡോയാണ്.
അവരോട് പറഞ്ഞിട്ട് കറങ്ങാനൊക്കെ തന്നെയാണ്. റിസ്ക് പിടിച്ച പരിപാടിയാണ് ഈ ഇച്ചിരിയുള്ള മക്കൾ ചെയ്യണത്. ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ ഇവരോട് ചെന്ന് പറയാൻ പറ്റില്ല, 2K പിള്ളേരാണ്. നമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ സീനാക്കി കളി. അതുകൊണ്ട് അധികം ഇതാവണില്ല. സോ നമ്മൾ നിൽക്കുന്നത് ആക്ച്വലി ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡാണ്. ഇതാ കാണുന്ന സ്ഥലം കണ്ടോ, അതാണ് ആക്ച്വലി ഇല്ലിക്കക്കല്ല്. ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇല്ലിക്കക്കല്ല് ഒട്ടുമിക്ക പേരും വന്നിട്ടുണ്ടാവും, പക്ഷേ ഇവിടെ അധികം ആൾക്കാർ വന്നിട്ടില്ല. കണ്ട പിടിച്ചേറാൻ പറ്റിയൊരു സാധനമല്ലേ. സോ ഈ ഹൈക്കിങ്ങിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു പാത്താണിത്. പക്ഷേ ഇവിടെ നമുക്ക് കയറി വരാനുള്ള കൈവരികളൊക്കെ ഉണ്ട്. സോ സൂക്ഷിച്ച് പോവാം, കുറച്ച് റിസ്ക്കിയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക, സേഫായിട്ട് മേളിലെത്താം കേട്ടോ. അതിലാസ് നമ്മളിത് പീക്ക് ഓഫ് പ്ലേസിലെത്തി. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. അപ്പോൾ ആ കാണുന്നതാണ് മക്കളെ ഇല്ലിക്കക്കല്ല്. സോ ഡീപ്പ് ഇൻ ദ ഹയസ്റ്റ് പ്ലേസ്. എന്തായിട്ട് സോ ഇതാണ് ആ ഒരു കുരിശ് പള്ളി അത് ടോപ്പ് ഓഫ് ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ നമ്മൾ ഒരു 4000 ഫീറ്റ് മേളിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുരിശുപള്ളിക്ക് അടുത്താണ്. എവിടെ ഇല്ലിക്കക്കല്ല് ബാക്ക് സൈഡിലുള്ള നമ്മൾ വന്നില്ലേ, ആ റോട്ടിൽ നേരെ വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. ബാക്ക് സൈഡിൽ ക്ലൗഡ് ബെഡൊക്കെ ഉണ്ടോ. ക്ലൗഡ് ബെഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ക്ലൗഡ്സ് ഉണ്ട്. അത്രയും ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ നല്ലൊരു ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതിലൊരു 4000 ഫുട്ട് ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ എങ്ങനെയുണ്ട് സ്ഥലം? ഗൈസ്, ഞാൻ ഇപ്പം ഇവിടെ വെച്ചൊരു കാഴ്ചയുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവരെയും ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ബാക്കിൽ റോക്സ് ഉണ്ടോ, സാധാരണ റോക്ക്. പക്ഷേ ഇവിടെ ഒന്നും ഈ ഒരു ഹൈറ്റിൽ വേറെ എങ്ങും നിങ്ങൾക്ക് റോക്സ് കാണാൻ പറ്റില്ല. ഏകദേശം ഒരു 10-15 ടണ്ണിൽ കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. ബട്ട് ഇങ്ങനെ ഡൗൺ ചെയ്ത് നോക്കിയാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾ ഈ ഗ്യാപ്പ് എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ നമുക്ക് ഇതിവിടെ നൂണ്ട് പോവാം. എപ്പോഴും നൂണ്ട് പോവാം. സ്റ്റക്കായി. ബട്ട് റിസ്ക് എടുത്താലല്ലേ അടിപൊളി വിഷ്വൽ കിട്ടുള്ളൂ. പക്ഷേ ഈ റിസ്ക് എടുത്താൽ നമ്മൾ വന്നെത്തണ സ്പോട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നോക്കിയേ, അമ്മോ അടിപൊളി, നൈസല്ലേ. ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടി കയറി വന്നത്, പക്ഷെ പൊളി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അടിപൊളി സംഭവങ്ങൾ കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യാതെ വന്ന് എക്സ്പ്ലോർ ചെയ്യ്. ഭയങ്കര പ്രശ്നമാണ് മച്ചാനെ. അത് ചെറിയൊരു ഗ്യാപ്പ് അതിന് ഇവിടെ നമ്മൾ തന്നെ. പക്ഷെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ സീൻ, അടിപൊളി. സോ ഇതാണ് അസ്ഥികൂടപ്പാറ. ഓക്കെ, ഞാൻ ചുമ്മാ പറഞ്ഞ കണ്ടിട്ട് ഈ റോക്കിനൊരു അസ്ഥികൂടത്തിൻ്റെ ഒരു ലുക്കില്ലേ, എനിക്ക് മാത്രമാണോ തോന്നിയെന്നറിയില്ല. നിങ്ങൾക്ക് തോന്നിയെങ്കിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യും. അതെ, ഒരു അസ്ഥികൂടവും ഇത് മമ്മിഫൈ ചെയ്ത ഏതൊരു രൂപം പോലെയൊക്കെ ഉണ്ട്. ശരിയാ, കുടിച്ച കള്ളുകൾ ഇല്ലടാ പെരിയാറിനടിമകൾ. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനിയിപ്പോൾ പോവാണ്. സോ താഴേക്ക് ഇറങ്ങാം. വന്ന വഴി കണ്ടല്ലോ, അപ്പോൾ അത്ര റിസ്ക് ഉണ്ട്. സേഫായിട്ട് വരാം, സേഫായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ബൈ.